അമേരിക്ക തോറ്റമ്പിയ യുദ്ധം ഇങ്ങനെ തന്നെ പറയണം. അമേരിക്ക ഇറാന് നേരെ നടത്തിയിട്ടുള്ള ഈ ആക്രമണങ്ങളെയും അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിനെയും, അമേരിക്ക മാത്രമല്ല ഇസ്രായേൽ, അത്യാധുനികമായിട്ടുള്ള യുദ്ധ സജ്ജീകരണങ്ങള് അമേരിക്കയുടെ പക്കൽ ഉണ്ടായിരുന്നിട്ട് കൂടെ എങ്ങനെയാണ് ഇവര് തോറ്റുപോയത്? അതായത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമസേന F-55, F-15 ഒക്കെ പോലെയുള്ള സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള ഒരു റഡാറുകൾക്കും കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള വിമാനങ്ങളും അതേപോലെ തന്നെ ബോംബുകളും, ബങ്കർ ബസ്റ്റർ ബോംബുകളും, വൈറ്റ് ഫോസ്ഫറസ് ബോംബുകളും എല്ലാം തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കയ്യിലുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഇറാന്റെ മുന്നിൽ ഇവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു? എന്തുകൊണ്ട് ഈ പറയുന്ന അതിവേഗം വെടിനിർത്തൽ കരാറിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിച്ചു? ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലുള്ള ഈ അത്യാധുനികമായിട്ടുള്ള യുദ്ധ സജ്ജീകരണങ്ങൾ തന്നെയാണ് അതിന്റെ പ്രശ്നം എന്നുള്ളതാണ്. ഇപ്പോ നമുക്കറിയാം F-15, F-35 പോലെയുള്ള വിമാനങ്ങൾ, അതായത് ലോകത്തിലെ ഒരു റഡാറുകളുടെ കണ്ണിലും പെടാത്ത രീതിയിലുള്ള സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള വിമാനങ്ങളാണ് ഇത്. അത് മാത്രമല്ല, ബങ്കർ ബസ്റ്റർ ബോംബുകളെ അടക്കം വഹിക്കാൻ ശേഷിയുള്ള അതിമാരക പ്രഹര ശേഷി ശത്രു രാജ്യത്തിനെതിരെ നൽകാനും കൂടെ കപ്പാസിറ്റി ഉള്ള വിമാനങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. എന്നിട്ട് കൂടെ എന്തുകൊണ്ട് തോറ്റു? അതിന്റെ ഉത്തരം ഈ വിമാനങ്ങൾ തന്നെയാണ് ആ തോൽവിക്കുള്ള കാരണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഏകദേശം ഇസ്രായേലിൽ നിന്നും ഇറാനെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1500 മുതൽ 2000 കിലോമീറ്റർ വരെ ഡിസ്റ്റൻസ് യഥാർത്ഥത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിലുണ്ട്. ഇനി അമേരിക്കയുടെ ബേസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 300 മുതൽ 500 കിലോമീറ്റർ വരെ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ ബേസിൽ നിന്നും ഈ പറയുന്ന ഇറാനിലോട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോ ഇറാന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഇറാൻ ഈ പറയുന്ന ഹോർമോസ് കടലിടുക്കിന്റെ ഓരത്തോട് ചേർന്നിട്ടുള്ള ഇറാന്റെ ഭൂമി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ പരന്ന് കടന്നിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഭൂമിയല്ല. പകരം കുന്നുകളും മലകളും നിറഞ്ഞിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ ഭൂമി എന്ന് പറയുന്നത്. അപ്പോ ഈ വിമാനങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ വിമാനങ്ങൾ ഈ അത്യാധുനികമായിട്ടുള്ള പ്രഹരശേഷിയുള്ള മിസൈലുകൾ വഹിച്ചിട്ട് ഇറാന്റെ മണ്ണിലോട്ട് കടന്ന് ഈ പറയുന്ന മലനിരകളെല്ലാം ചുറ്റിക്കടന്ന് ഇറാന്റെ ഏകദേശം ഉൾപ്രദേശങ്ങളിലുള്ള ഇസ്ഫഹാൻ പോലെയൊക്കെയുള്ള ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റിൽ പോയി അതിന്റെ മുഖങ്ങളിൽ ചെന്ന് ബോംബിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇറാന്റെ അതിർത്തി കടന്ന് ഇറാൻ അകത്തോട്ട് കയറി ബോംബ് ചെയ്ത് പോരാനുള്ള ഈ പറയുന്ന ഓയിൽ കപ്പാസിറ്റി, അല്ലെങ്കിൽ അത്രയും ഇന്ധനം വഹിക്കാനുള്ള കപ്പാസിറ്റി യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബോംബർ വിമാനങ്ങൾക്കില്ല. അപ്പോ ഇസ്രായേലിൽ നിന്നും ഇറാനിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 1200 മുതൽ 1500 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇനിയിപ്പോ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഇറാനിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് 200 മുതൽ 500, 600, 700 കിലോമീറ്റർ വരെ ഡിസ്റ്റൻസ് ഉണ്ട്. ഇറാന്റെ അതിർത്തിയിലോട്ട് എത്തിയാൽ മാത്രം പോരല്ലോ, തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളിലോട്ട് കൂടെ എന്ത് ചെയ്യണം? ഈ വിമാനങ്ങൾക്ക് എത്തപ്പെടണം. അപ്പൊ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വഹിച്ചിട്ട് ഇത്ര അധികം ദൂരം സഞ്ചരിച്ച് ഇസ്ഫഹാൻ പോലെയുള്ള ഈ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ചെന്ന് ഈ ഗുഹാമുഖങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്താ പറയാ വിക്ഷേപിച്ചിട്ട് അവിടുന്ന് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി, അല്ലെങ്കിൽ അത്രയും എണ്ണ ഇതിന് സഞ്ചരിക്കാനുള്ള കപ്പാസിറ്റി യഥാർത്ഥത്തിൽ ഈ F-15, F-35 ഇല്ല എന്നുള്ളതാണ് മേജർ പ്രശ്നം. അത് മാത്രമല്ല, ഈ പറയുന്ന സ്റ്റെൽത്ത് കപ്പാസിറ്റി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വിമാനത്തിന് പുറത്ത് ഒരു തരത്തിലുള്ള സാധനങ്ങളും ഉണ്ടായിരിക്കത്തില്ല. അതായത് സാധാരണ ഈ പറയുന്ന സ്റ്റെൽത്ത് കപ്പാസിറ്റി ഇല്ലാത്ത വിമാനങ്ങളുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിങ്ങുകളുടെ അടിയിലൊക്കെ ആയിട്ടാണ് ഇവര് ഈ പറയുന്ന മിസൈലുകളും ബോംബുകളൊക്കെ ഇവർ എന്ത് ചെയ്യുന്നത്, ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. പക്ഷെ സ്റ്റെൽത്ത് കപ്പാസിറ്റി നേടണം എന്നുണ്ടെങ്കിൽ വിങ്ങുകൾക്ക് അടിയിലോ വിമാനത്തിന്റെ ഈ ബെല്ലിക്കകത്തോ ഒന്നും ബെല്ലിയുടെ പുറംഭാഗത്തൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബോംബുകൾ ഇവർക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ സാധനങ്ങളും ഈ വിമാനത്തിന് അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരേണ്ടി വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ വിമാനത്തിന്റെ ഓയിൽ ടാങ്കിന്റെ സൈസ് എന്ത് ചെയ്യേണ്ടി വരും, ഇവർക്ക് കുറയ്ക്കേണ്ടി വരും.
അങ്ങനെ കുറയ്ക്കേണ്ടി വരുന്ന സമയത്ത് ഈ പറയുന്ന മാക്ക് എന്താണ് 5ഉം മാക്ക് 10ലൊക്കെ സഞ്ചരിക്കുന്ന ഇത്തരം വിമാനങ്ങള് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും എണ്ണയും കൂടെ ഉപയോഗിക്കുകയും കൂടെ ചെയ്യും, കത്തിക്കുകയും കൂടെ ചെയ്യും എന്നുള്ളതാണ്. കാരണം മാക്സ് സ്പീഡ്, സൂപ്പർസോണിക് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിമാനങ്ങള് ആഫ്റ്റർ ബേണറും കൂടെ ഇവരെ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ അധികം എണ്ണ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന ഫിഫ്ത് ഫ്ലീറ്റിന്റെ ആസ്ഥാനമായിട്ടുള്ള ബഹ്റൈനിൽ നിന്നും പകുതി എണ്ണ മാത്രം ഉൾക്കൊണ്ട് ഒരു ബങ്കർ ബസ്റ്റർ ബോംബും കൂടെ ഘടിപ്പിച്ചിട്ട് ഇറാന്റെ മണ്ണിൽ പോയി ആക്രമിച്ച് തിരിച്ചു വരാനുള്ള അത്രയും എണ്ണ, ഓയില് സംഭരിക്കാൻ എന്തിന് ശേഷിയില്ല, ഈ പറയുന്ന വിമാനങ്ങൾക്ക് ശേഷിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോ ഇവരിവിടെ എന്ത് ഉപയോഗിക്കേണ്ടി വരും, ഈ പറയുന്ന സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങൾ ഉപയോഗിക്കണം. അതായത് ഇറാന്റെ അതിർത്തിയോട് ചേർന്ന് അതിർത്തിക്ക് അകത്തോ അല്ലെങ്കിൽ അതിർത്തിക്ക് പുറത്തോ നിന്നിട്ട് ഇത്തരത്തിലുള്ള ഫൈറ്റർ വിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഓയിൽ ഫില്ല് ചെയ്ത് എന്നിട്ട് വീണ്ടും ആക്രമണം നടത്തണം. അപ്പോ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. 50 വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ചിട്ടുള്ള ഇത്തരം സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങൾക്ക് സ്റ്റെൽത്ത് കപ്പാസിറ്റി ഇല്ല. അത് മാത്രമല്ല, ഈ ബോയിങ്ങിന്റെ ഒക്കെ ഇത്തരത്തിലുള്ള സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങൾ വളരെ വലിയ രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കും കൂടെ ചെയ്യുന്ന തരത്തിലുള്ള വിമാനങ്ങളാ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം വിമാനങ്ങളെ ഇറാന്റെ കയ്യിലുള്ള S-300 പോലെയുള്ള അത്യാധുനികമായിട്ടുള്ള ഈ പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താനും അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് ഇതിനെ അടിച്ചിടാനും പറ്റും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇന്ധനം ഇന്ധനം വഹിക്കാനുള്ള ശേഷി ഓൾറെഡി F-15നും F-35നും ഇല്ല. അതിന് അത്രയും ദൂരം സഞ്ചരിച്ച് ആക്രമണം നടത്താൻ പറ്റത്തില്ല. ഇനി പകുതി ദൂരം വെച്ച് ഇതിനകത്ത് എണ്ണ ഫില്ല് ചെയ്യാന്ന് എണ്ണ ഫില്ല് ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിമാനങ്ങൾക്ക് സ്റ്റെൽത്ത് കപ്പാസിറ്റിയും ഇല്ല, അത് ഭയങ്കര ശബ്ദം ഉണ്ടാക്കും. അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് ഇറാന് പെട്ടെന്ന് തന്നെ ഇതിനെ കണ്ടെത്താനും ഇതിനെ അടിച്ചിടാനും പറ്റും. അപ്പോ ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം ഒരു സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങളെ, 2 സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങളെ ഈ പേർഷ്യൻ ഗൾഫിന് മുകളിൽ നിന്നും കാണാതായിട്ടുണ്ട്, പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്നുണ്ട്. അപ്പോ അത്യാധുനിക ശേഷിയുള്ള ഇവരുടെ കയ്യിലുള്ള ഈ പറയുന്ന വിമാനങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് തിരിച്ചടി ആയത് എന്നുള്ളതും കൂടിയാണ്. ഇനി ഇസ്രായേല് ഇറാനെ ആക്രമിക്കുക എന്ന് വിചാരിക്കുക, ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ പ്രശ്നം അവർക്കും ഉണ്ട്. 1200 കിലോമീറ്റർ വൈറ്റ് ഫോസ്ഫറസോ ബങ്കർ ബസ്റ്റർ ബോംബോ ഉൾക്കൊണ്ടിട്ട് അല്ലെങ്കിൽ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് സഞ്ചരിച്ച് ഇവിടെ എത്തി ആക്രമണം നടത്തി തിരിച്ചു പോകാനുള്ള കപ്പാസിറ്റി യഥാർത്ഥത്തിൽ ഇസ്രായേലിനില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിലും സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങളെ ഇസ്രായേൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോ എന്താ സംഭവിക്കുക, ആ വിമാനങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആരും അറിയാതെ ഇറാഖിന്റെ മരുഭൂമിയിൽ ഇവരൊരു ഒരു ഒരു എന്താ പറയാ ഒരു തരത്തിലുള്ള ഒരു ബേസ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അതും നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഓൾറെഡി ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഒക്കെ ഉള്ള തരത്തിലുള്ള സ്ട്രാറ്റോ ടാങ്കർ വിമാനം യഥാർത്ഥത്തിൽ KC-47 ആണെന്ന് തോന്നുന്നു അമേരിക്ക ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. കാരണം ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. കാരണം ഈ വിമാനങ്ങളെ എങ്ങാനും ഇറാൻ അടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അത്യാധുനികമായിട്ടുള്ള ഒരു വിമാനം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറും. അത് മാത്രമല്ല, ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലുള്ള ഹാങ്ങറുകളിൽ കടന്നിട്ടുള്ള വിമാനങ്ങൾക്ക് പോലും രക്ഷയുണ്ടായിട്ടില്ല. നമുക്കറിയാം, ഈ പറയുന്ന ഖത്തറിലും കുവൈത്തിന്റെ ഒക്കെ അമേരിക്കയുടെ ബേസുകളിൽ ഹാങ്ങറുകളിൽ കിടന്നിട്ടുള്ള വിമാനങ്ങൾ അടക്കം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ആ രീതിയിലുള്ള അറ്റാക്കാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇറാൻ ഇവർക്ക് നേരെ നടത്തിയത് എന്നുള്ളതാണ്. ഇനി വീണ്ടും ഇവരുടെ കയ്യിലുള്ള ഈ വിമാനങ്ങൾ തന്നെയായിരുന്നല്ലോ ഇവരുടെ ഈ യുദ്ധത്തിന്റെ പോർ മുന എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പ്രശ്നം കൂടെയുണ്ട്. അതായത് ഇപ്പോ ഇവരുടെ വിമാനങ്ങൾക്ക് 200 ലിറ്റർ ഈ പറയുന്ന എയർ ഫ്യൂവല് വഹിക്കാൻ, അല്ലെങ്കിൽ 200 ലിറ്റർ ആണ് അതിന്റെ കപ്പാസിറ്റി എന്ന് വിചാരിക്കുക. F-35ന്റെ ഓയിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 ലിറ്റർ ആണെന്ന് വിചാരിക്കുക, ഹൈപ്പോത്തറ്റിക്കലി വിചാരിക്കുക. പക്ഷെ ഈ 200 ലിറ്ററും അതിനകത്ത് നിറച്ചിട്ട് അതിന്റെ പുറമെ അതിന് ബോംബുകൾ കൂടെ ഫിറ്റ് ചെയ്തിട്ട് ഈ വിമാനത്തിന് ടേക്ക് ഓഫ് നടക്കില്ല എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ അടുത്ത പ്രശ്നം. അപ്പൊ ഇവര് സാധാരണ ചെയ്യുന്ന പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 200 ലിറ്ററിന് പകരം 100 ലിറ്റർ മാത്രം ഓയിൽ ഇതിനകത്ത് നിറക്കും.
100 ലിറ്റർ ഓയിൽ നിറച്ചതിന് ശേഷം ഇതിനകത്ത് മാക്സിമം വാർഹെഡുകൾ എന്ത് ചെയ്യും, ഇവർ ഇൻകോർപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യും. കാരണം ഇതിന് ടേക്ക് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഇത്ര വെയിറ്റേ പാടുള്ളൂ. എന്നിട്ട് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യും. ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇവർ എന്ത് ചെയ്യുന്നത്, എയറിൽ വെച്ചിട്ട് ഈ വിമാനത്തിന് ബാക്കി ഈ പറയുന്ന ഓയിൽ ഫില്ല് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഇവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതല്ല 200 ലിറ്റർ ആണ് ഇവർ ഇതിനകത്ത് നിറക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വിമാനത്തിന് വഹിക്കാൻ പറ്റുന്ന ഈ പറയുന്ന മിസൈലുകളുടെ എണ്ണത്തിൽ എന്ത് ചെയ്യേണ്ടി വരും, കുറവും വരുത്തേണ്ടി വരും എന്നുള്ളതാണ്. ഒന്നുകിൽ ഓയിൽ കുറയ്ക്കണം. ഓയിൽ കുറച്ച് കഴിഞ്ഞാൽ ദീർഘദൂരം സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഇനി ഓയിൽ കൂട്ടിയിട്ട് ഇതിനകത്തുള്ള മിസൈലുകളുടെ എണ്ണം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിമാനത്തിന്റെ പ്രഹരശേഷി കുറയുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലുള്ള സ്ട്രാറ്റജിക് ഫെയിലിയർ മാത്രമല്ല, ഇവരുടെ കയ്യിലുള്ള അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ കൂടെ ഈ യുദ്ധത്തിൽ ഇവർ തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, മാസീവ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് യഥാർത്ഥത്തില് ഈ പറയുന്ന അമേരിക്ക പോവാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതൊരു ഒരു ഒരു പോയിന്റ് ആണ്. കാരണം മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ അലൈസിനെ പിണക്കാൻ യഥാർത്ഥത്തിൽ അമേരിക്ക തയ്യാറായിരുന്നില്ല. പക്ഷേ ഇസ്രായേലിന്റെ കാര്യം അതായിരുന്നില്ല. ഇസ്രായേലിന് ഇറാനെ ആക്രമിച്ച് തകർക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ അവിടെ ഒരു പ്രശ്നം, ഇവരുടെ കയ്യിലുള്ള ഈ വിമാനങ്ങൾ ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ ഇവരുടെ കയ്യിലുള്ള ടാങ്കർ വിമാനങ്ങളും ഇവർക്കൊരു പ്രശ്നമാണ്. പിന്നെ അടുത്ത പ്രശ്നമായിട്ട് ഇവർക്ക് ഉണ്ടായിരുന്നത് ഇവർക്ക് വേണ്ട കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയാണ്. അതായത് ജോഗ്രഫി എവിടെയാണ്, എങ്ങനെയാണ് ഇതിന്റെ സാറ്റലൈറ്റ് ഇമേജറികളും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് വേണമായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ കയ്യിൽ ഇല്ല. പകരം ഇതുള്ളത് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ അടുത്താണ്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ്, അമേരിക്കൻ സെൻകോം യഥാർത്ഥത്തിൽ ഇവർക്ക് ഇൻഫർമേഷൻസ് കൊടുത്താൽ മാത്രമേ ഇസ്രായേലിന് മാസീവ് ആയിട്ടുള്ള അറ്റാക്ക് നടത്താൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ റീജിയനിലും ഇത്തരത്തിലുള്ള ഒരു എസ്കലേഷൻ വാറിലേക്ക് പോവാൻ അമേരിക്ക ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ അമേരിക്ക എന്ത് ചെയ്തിട്ടില്ല, ഇത്തരം ഇൻഫർമേഷൻ ഇസ്രായേലിന് കൊടുക്കുകയും ചെയ്തില്ല. അതോടുകൂടെ ഇസ്രായേലിന്റെ കൈയും കാലും കിട്ടേണ്ട അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ അറ്റാക്കുകളെല്ലാം നമ്മൾ അമേരിക്കയുടെ അടുത്തുനിന്ന് ഈ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഇറാന്റെ മേലുള്ള അറ്റാക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ